എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ ശമ്പളമുള്ള വീട്ടമ്മ എന്ന കഥയുടെ അവസാന ഭാഗമാണ്. അധ്യായം 5. പുതിയ തീരങ്ങൾ. കൊച്ചി നഗരത്തിലെ ആ കൂറ്റൻ കൺവെൻഷൻ സെന്റർ അന്നൊരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയായിരുന്നു. സ്വയം എന്ന സംരംഭത്തിന്റെ 1-ാം വാർഷികം. ഹാളിന് പുറത്ത് വലിയ ഹോർഡിങ്ങുകളിൽ അഞ്ജലിയുടെ ചിരിക്കുന്ന മുഖം തെളിഞ്ഞു നിന്നു. കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തിയ ആയിരക്കണക്കിന് സ്ത്രീകൾ, ചിലർ സംരംഭകർ, ചിലർ വീട്ടമ്മമാർ, ചിലർ ജീവിതത്തിൽ തകർന്നു പോയവർ, എല്ലാവരും അഞ്ജലിയെ കാത്തിരിക്കുകയായിരുന്നു. അവർക്ക് അവൾ വെറുമൊരു ബിസിനസ്സുകാരിയല്ല, മറിച്ച് തങ്ങളുടെ ശബ്ദം നഷ്ടപ്പെട്ടപ്പോൾ അത് തിരിച്ചു തന്ന പോരാളിയായിരുന്നു. സ്റ്റേജിന് പിന്നിലെ ഗ്രീൻ റൂമിൽ അഞ്ജലി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. അവൾ ധരിച്ചിരുന്നത് അച്ഛൻ പണ്ട് വാങ്ങിത്തന്ന ഒരു സാധാരണ കൈത്തറി സാരിയായിരുന്നു. അന്ന് ബാങ്ക് ജോലിക്ക് ചേർന്നപ്പോൾ അദ്ദേഹം സ്നേഹത്തോടെ സമ്മാനിച്ചത്. ആ സാരിയുടെ ഓരോ നൂലിലും അച്ഛന്റെ കഷ്ടപ്പാടിന്റെ മണമുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ അല്പം നിറഞ്ഞു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തന്റെ കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും നേരിട്ട ഒറ്റപ്പെടലുകൾ അവളുടെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തിയിരുന്നു. എങ്കിലും അവൾ തളർന്നില്ല. പ്രസംഗം തുടങ്ങാൻ സമയമായി. അഞ്ജലി സ്റ്റേജിലേക്ക് നടന്നപ്പോൾ ഹാൾ മുഴുവൻ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ആ കരഘോഷങ്ങൾക്കിടയിലൂടെ അവൾ കണ്ടു മുൻനിരയിലെ ഒരു മൂലയിൽ തലതാഴ്ത്തിയിരിക്കുന്ന തന്റെ അച്ഛൻ സദാനന്ദനെ. അച്ഛന്റെ നരച്ച തലയും തളർന്ന തോളുകളും കണ്ടപ്പോൾ അഞ്ജലിയുടെ നെഞ്ചു വിങ്ങി. അദ്ദേഹം അവിടെ വരുമെന്ന് അവൾ കരുതിയിരുന്നില്ല. രശ്മി നായർ മൈക്കിലൂടെ ഒരു സർപ്രൈസ് പ്രഖ്യാപിച്ചു. സുഹൃത്തുക്കളെ, ഇന്ന് അഞ്ജലി സംസാരിക്കുന്നതിന് മുൻപ് ഈ വേദിയെ ധന്യമാക്കാൻ ഒരാളെ കൂടി ഞാൻ ക്ഷണിക്കുന്നു. അഞ്ജലിയുടെ അച്ഛൻ ശ്രീ സദാനന്ദൻ സാർ. ഒരു പെൺകുട്ടിയുടെ വിജയത്തിന് പിന്നിൽ ഒരു അച്ഛന്റെ പിന്തുണ എത്രത്തോളം വലുതാണെന്ന് അദ്ദേഹം ഇന്ന് നമ്മളോട് പറയും. സദാനന്ദൻ വിറയ്ക്കുന്ന കാലുകളോടെ സ്റ്റേജിലേക്ക് നടന്നു. അഞ്ജലി പടിക്കെട്ടുകൾ ഇറങ്ങിച്ചെന്ന് അച്ഛന്റെ കൈ പിടിച്ചു. അദ്ദേഹത്തിന്റെ കൈകൾ മഞ്ഞുപോലെ തണുത്തിരുന്നു. സ്റ്റേജിന്റെ നടുവിൽ വെളിച്ചത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ സദാനന്ദന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആയിരക്കണക്കിന് ആളുകൾക്ക് മുന്നിൽ അദ്ദേഹം തന്റെ വിറയ്ക്കുന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി. ഞാനൊരു സാധാരണ അച്ഛനാണ്. എന്റെ മകൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ ആ ആഗ്രഹം എപ്പോഴോ എന്റെ അഹങ്കാരമായി മാറി. നാട്ടുകാർ എന്തു പറയും, കുടുംബത്തിന്റെ അന്തസ്സ് എന്ത് സംഭവിക്കും എന്നൊക്കെ ചിന്തിച്ച് ഞാൻ എന്റെ മകളെ ഒരു നരകത്തിലേക്ക് തള്ളിവിടാൻ നോക്കി. പ്രവീണിനെ പോലൊരു മനുഷ്യന്റെ കയ്യിലേക്ക് അവളെ ഏൽപ്പിക്കാൻ നോക്കിയപ്പോൾ ഞാൻ കണ്ടത് അവളുടെ സുരക്ഷിതത്വമായിരുന്നു. പക്ഷേ അവൻ അവളെ ഒരു ശമ്പളമുള്ള വീട്ടമ്മയാക്കി മാറ്റാൻ നോക്കിയപ്പോൾ ഞാനത് കണ്ടില്ലെന്ന് നടിച്ചു. അദ്ദേഹം ഒരു നിമിഷം നിർത്തി അഞ്ജലിയുടെ കൈകൾ ചേർത്ത് പിടിച്ചു. നീ അന്ന് ആ പന്തൽ അഴിച്ചു മാറ്റിയപ്പോൾ നിനക്ക് ഭ്രാന്താണെന്ന് ഞാൻ കരുതി. എന്റെ മാനം നീ തെരുവിൽ വലിച്ചെറിഞ്ഞു എന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞു. പക്ഷെ ഇന്ന് ഞാൻ അറിയുന്നു, അന്ന് ആ പന്തൽ നീ അഴിച്ചതുകൊണ്ടാണ് ഇന്ന് ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് നീ ഒരു തണലായി മാറിയത്. എന്റെ മകളെ ഓർത്ത് ഞാൻ ഇന്ന് അഭിമാനിക്കുന്നു. നിന്റെ ഈ അച്ഛനോട് നീ ക്ഷമിക്കണം. നിന്നെ മനസ്സിലാക്കാൻ വൈകിപ്പോയ ഈ അച്ഛനോട് നീ ക്ഷമിക്കണം. സദാനന്ദൻ എല്ലാവരുടെയും മുന്നിൽ അഞ്ജലിയുടെ നെറുകയിൽ ചുംബിച്ചു. സദസ്സിലിരുന്നവർ പലരും കണ്ണീർ തുടയ്ക്കുന്നുണ്ടായിരുന്നു. അഞ്ജലി അച്ഛനെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. ആ നിമിഷം അവൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അവാർഡായിരുന്നു അത്. അച്ഛന്റെ ആ മാനസാന്തരം അവളുടെ പോരാട്ടത്തിന്റെ പൂർണ്ണതയായിരുന്നു. പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്നും ഇറങ്ങുമ്പോൾ അഞ്ജലിക്ക് തോന്നി തന്റെ തോളിലെ വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ. താൻ ജയിച്ചിരിക്കുന്നത് ലോകത്തിനു മുന്നിലല്ല, മറിച്ച് തന്റെ പ്രിയപ്പെട്ട അച്ഛന്റെ ഉള്ളിലെ സ്നേഹത്തിനു മുന്നിലാണ്. ആ രാത്രി ആലപ്പുഴയിലെ തന്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അഞ്ജലി ജനാലയിലൂടെ പുറത്തെ ആകാശത്തേക്ക് നോക്കി. അവിടെ നക്ഷത്രങ്ങൾ പഴയതിനേക്കാൾ കൂടുതൽ തിളങ്ങുന്നതായി അവൾക്ക് തോന്നി. കാരണം അവൾ ഇന്ന് ഒറ്റയ്ക്കല്ല, അവളുടെ പിന്നിൽ അവളുടെ അച്ഛനുണ്ട്. 3 വർഷങ്ങൾക്ക് ശേഷം ആലപ്പുഴയിലെ ആ പഴയ തറവാട് വീട് ഇന്ന് പഴയതുപോലെയല്ല. മുറ്റത്തെ മാവിൻ കൊമ്പിൽ ഊഞ്ഞാലുകൾ ആടുന്നുണ്ട്. പൂന്തോട്ടത്തിൽ പുതിയ ചെടികൾ പൂത്തു നിൽക്കുന്നു. വീടിനു ചുറ്റുമുള്ള ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഇന്നവിടെ ചിരിയുടെയും വർത്തമാനങ്ങളുടെയും ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ഉമ്മറത്ത് പുതിയൊരു കാർ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ അഞ്ജലിയുടെ പേരും അവളുടെ കമ്പനിയുടെ ലോഗോയും പതിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ വീട്ടിലെ ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നത് അടുക്കളയിലാണ്. അടുക്കളയിൽ അഞ്ജലിയുടെ അമ്മയല്ല, പകരം അച്ഛൻ സദാനന്ദനാണ്. അദ്ദേഹം കൗതുകത്തോടെ ഒരു ടാബ്ലറ്റിൽ കുക്കറി വീഡിയോ നോക്കി സ്പെഷ്യൽ മീൻകറി വെക്കാൻ പരീക്ഷണങ്ങൾ നടത്തുകയാണ്. സദാനന്ദ, ആ മസാലയൊന്ന് കുറച്ചുകൂടെ മൂപ്പിക്കണം കേട്ടോ, അമ്മ അരികിൽ നിന്ന് ചിരിച്ചുകൊണ്ട് നിർദ്ദേശം നൽകി. സദാനന്ദൻ വിയർപ്പ് തുടച്ചുകൊണ്ട് ചിരിച്ചു. എടി, ഇതൊരു വലിയ കലയല്ലേ. ഇത്രയും കാലം നീ ഇത് ഒറ്റയ്ക്ക് ചെയ്തത് എത്ര വലിയ കാര്യമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അഞ്ജലി മോളും സിദ്ധാർത്ഥും വരുമ്പോഴേക്കും ഇത് ഉഷാറാക്കണം. അവൾക്ക് എന്റെ കൈപുണ്യം അറിയിച്ചു കൊടുക്കണം. അഞ്ജലി ഇന്ന് വിവാഹിതയാണ്. പക്ഷെ ഇത്തവണ അവൾ തിരഞ്ഞെടുത്തത് ഒരു ഉടമസ്ഥനെയല്ല, മറിച്ച് അവളുടെ സ്വപ്നങ്ങളെ ബഹുമാനിക്കുന്ന ഒരു പങ്കാളിയെയാണ്. സിദ്ധാർത്ഥ് അവളുടെ ബിസിനസ് പ്രോജക്റ്റുകളിൽ അവൾക്കൊപ്പം നിന്ന് അവളുടെ ആത്മവിശ്വാസത്തെ സ്നേഹിച്ച ഒരു യുവാവ്. സിദ്ധാർത്ഥിന് അഞ്ജലി വെറുമൊരു ഭാര്യയല്ല, അവൾ അവന്റെ തുല്യ പങ്കാളിയാണ്.
പ്രവീൺ ആഗ്രഹിച്ചതുപോലെ അവളുടെ ശമ്പളത്തിലോ പദവിയിലോ ആയിരുന്നില്ല അവന്റെ കണ്ണ്. പകരം അവളുടെ വ്യക്തിത്വത്തിലായിരുന്നു. അവർ ഉമ്മറത്തെ ചാരുകസേരയിൽ വന്നിരുന്നു. സിദ്ധാർത്ഥ് അഞ്ജലിയുടെ കൈകൾ ചേർത്തു പിടിച്ചു. അഞ്ജലി, അടുത്ത മാസം നമുക്ക് വിദേശത്ത് സ്വയം പ്രോജക്റ്റ് വ്യാപിപ്പിക്കാനുള്ള മീറ്റിംഗ് ഉണ്ട്. നീ റെഡിയല്ലേ? നിന്റെ ആ പഴയ ബാങ്ക് മാനേജർ പോലും ഇന്ന് നിന്നെ കാണാൻ സമയം ചോദിക്കുന്നുണ്ട്. അഞ്ജലി പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ആ പഴയ ഭയമില്ല, പകരം വറ്റാത്ത ആത്മവിശ്വാസമാണ്. തീർച്ചയായും. പക്ഷേ പോകുന്നതിന് മുൻപ് അച്ഛനുണ്ടാക്കുന്ന ആ മീൻകറിയും ചോറും ഒന്ന് കഴിക്കണം. ആ പഴയ അഞ്ജലിയല്ലേ ഞാൻ, ഈ വീടിന്റെ മകൾ. രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയ ശേഷം അഞ്ജലി തന്റെ പഴയ ഡയറി എടുത്തു. അതിലെ അവസാനത്തെ താളിൽ അവൾ തന്റെ പേന കൊണ്ട് ഇത്രയും കുറിച്ചു: വർഷങ്ങൾക്ക് മുൻപ് എന്നെ ശമ്പളമുള്ള വീട്ടമ്മയാക്കി മാറ്റാൻ ഒരാൾ ശ്രമിച്ചു. അന്ന് ആ പന്തൽ അഴിച്ചു മാറ്റിയപ്പോൾ ലോകം എന്നെ നോക്കി പരിഹസിച്ചു. പക്ഷേ ഇന്ന് ഞാൻ എന്റെ സ്വന്തം വീട്ടിലാണ്, എന്റെ പ്രിയപ്പെട്ടവർക്കൊപ്പമാണ്. ഇന്ന് ഞാൻ ആരുടെയും അനുവാദത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നില്ല. ഒരു പെണ്ണിന് വേണ്ടത് ആരുടെയും ദാനമല്ല, മറിച്ച് അവൾക്ക് അർഹതപ്പെട്ട ഇടമാണ്. ആ ഇടം അവൾ തന്നെ പൊരുതി നേടിയെടുക്കണം. എന്റെ സ്വപ്നങ്ങൾ ഇനി ഒരു ചങ്ങലയ്ക്കും കീഴിലല്ല. ഞാൻ സ്വതന്ത്രയാണ്. ആലപ്പുഴയിലെ കായൽക്കാറ്റ് അവളുടെ ജനാലയിലൂടെ അകത്തേക്ക് വന്നു. അവൾ ഡയറി അടച്ചുവെച്ചു. പുറത്ത് ആകാശത്തെ ചന്ദ്രൻ പൂർണ്ണ ശോഭയോടെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പഴയതുപോലെ മേഘങ്ങൾക്കിടയിൽ ഒളിക്കാതെ ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകിക്കൊണ്ട്. അഞ്ജലിയുടെ ജീവിതം പോലെ സുന്ദരവും സ്വതന്ത്രവും. അങ്ങനെ അഞ്ജലിയുടെയും സദാനന്ദന്റെയും ഈ സുന്ദരമായ കഥ ഇവിടെ പൂർത്തിയാകുകയാണ്. ഒരു പെൺകുട്ടി തന്റെ ആത്മാഭിമാനത്തിനു വേണ്ടി നടത്തിയ ധീരമായ പോരാട്ടം ഒടുവിൽ വിജയത്തിലെത്തിയിരിക്കുന്നു. അച്ഛൻ തന്റെ തെറ്റുകൾ തിരുത്തി മകളുടെ വലിയൊരു കരുത്തായി മാറി. സിദ്ധാർത്ഥിനെ പോലെയുള്ള പങ്കാളികൾ ഉള്ളിടത്ത് പെൺകുട്ടികൾക്ക് ആകാശത്തോളം ഉയരത്തിൽ പറക്കാൻ കഴിയുമെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ കഥയിലൂടെ നമ്മൾ കണ്ടത് വെറുമൊരു കുടുംബത്തിന്റെ കഥയല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിൽ നടക്കേണ്ട വലിയൊരു മാറ്റത്തിന്റെ ചിത്രമാണ്. നിങ്ങൾക്ക് ഈ കഥ നൽകിയ സന്ദേശം എന്താണ്? അഞ്ജലിയുടെ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി. ഇതുപോലെയുള്ള വൈകാരികവും കരുത്തുറ്റതുമായ കഥകൾക്കായി സ്റ്റോറീസ് ബൈ ജെം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു പുതിയ പരമ്പരയുമായി ഉടൻ കാണാം. നന്ദി.